നമസ്കാരം. ഞാൻ ആറ്റിൽ മുത്തുകുമാർ. എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും ഗുരു ആസ്ട്രോളജിക്ക് സ്വാഗതം. ഇന്നത്തെ ജ്യോതിഷ ചിന്താവിഷയത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ശനിയുടെ വക്രഗതിയാണ്. അത് ഈ വരുന്ന 2024 ജൂൺ 29 ശേഷം വക്രഗതി ആരംഭിക്കുകയാണ് ശനിയുടെ, നവംബർ 15 വരെ. അപ്പം മലയാള മാസം പറയുകയാണെങ്കിൽ മിഥുനം പകുതിക്ക് ശേഷം തുലാം 30 വരെ, അതായത് ഈ വർഷം 2024 ജൂൺ 29 മുതൽ നവംബർ 15 വരെ എന്ന് പറയുമ്പോൾ നമുക്ക് 4.5 മാസ സമയമാണ്. അതായത് മിഥുനം പകുതിക്ക് ശേഷവും അടുത്ത, അതായത് 1200 വർഷം തുലാമാസം 30-ാം തീയതി വരെ വക്രഗതി സഞ്ചാരം. ഇതിൽ യാതൊരു രാശിക്കാർക്ക് ഗുണഫലം, ഏതെല്ലാം രാശിക്കാർക്ക് ദോഷഫലം ചെയ്യുമെന്ന് നോക്കാം. ആദ്യം നോക്കുന്നത് മേടക്കൂറുകാർക്ക് എങ്ങനെ. നിലവിൽ 11-ലാണ് സഞ്ചാരം. ഇനിയിപ്പോൾ വക്രഗതി ആകുമ്പോൾ 11ാം ഭാവാധിപനായ ശനി 11-ൽ വക്രഗതി സഞ്ചാരം വളരെ ഗുണപ്രദമാണ്. കർമ്മലാഭം. ഇപ്പോൾ ഒരു ഗ്രഹം വക്രഗതി ആവുമ്പോൾ എല്ലാ ഗ്രഹങ്ങൾക്കും 12 രാശിയിൽ 2 വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുജനാണെങ്കിൽ മേടവും വൃശ്ചികവും, ശുക്രനാണെങ്കിൽ ഇടവും തുലാവും, ബുധനാണെങ്കിൽ മിഥുനവും കന്നിയും, ചന്ദ്രന് ഒരു രാശിയാണ് കർക്കിടകം, ചിങ്ങത്തിന് സൂര്യന് ഒരു രാശിയായ ചിങ്ങം. പിന്നെ വ്യാഴന് പറയുകയാണെങ്കിൽ മീനവും ധനുവുമാണ്. ഈ ശനിയുടെ ഒരു പ്രത്യേകത, തൊട്ടടുത്താണ് 2 വീടും, അത് മകരവും കുംഭവും. അപ്പം മേടത്തിൽ നോക്കുമ്പോൾ 10-11ാം ഭാവാധിപനായ ശനി 11-ൽ വക്രഗതി ആവുന്നത് തൊഴിൽ മേന്മ ഉണ്ടാക്കും. ഇപ്പം വ്യാഴൻ്റെ സഞ്ചാരം 2-ലാണ്. എന്തുകൊണ്ടും അശ്വതി, ഭരണി, കാർത്തിക കാലിവർക്ക് വളരെ ഉന്നതിയിലെത്താനുള്ള സമയമാണ്. ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും. ഇപ്പോൾ 12-ലെ രാഹുവിൻ്റെ സ്ഥിതി ജലരാശിയാകയാൽ ഇപ്പോൾ പഠിച്ചു നിൽക്കുന്ന കുട്ടികൾ, അതായത് വിദ്യാർത്ഥികൾക്കൊക്കെ പുറത്ത് ജോലി കിട്ടാനുള്ള അവസരം കാണുന്നു. അതും പ്രത്യേകിച്ച് ഷിപ്പ്യാർഡ് പോലെയൊക്കെ ജോലി കിട്ടാനുള്ള അവസരമുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് തലം നോക്കുകയാണെങ്കിലും നേവിയിലൊക്കെ ജോലി സാധ്യത കാണുന്നു. പിന്നെ ബിസിനസ് മേഖല പറയുകയാണെങ്കിലും കർമ്മലാഭം. 10ാം ഭാവാധിപൻ 11ാം ഭാവാധിപനായ ശനി 11-ൽ വക്രം ചെയ്യുന്നത് നമ്മൾ നിർത്തി പോന്നിരുന്ന ഒരു തൊഴിൽ, എന്തെങ്കിലും കാര്യതടസ്സമായിരിക്കും, ചെറിയ സാമ്പത്തിക തടസ്സമോ അല്ലെങ്കിൽ ടെക്നിക്കൽ തടസ്സമോ ഉണ്ടായിരുന്നെങ്കിൽ അത് പുനരാരംഭിക്കാനുള്ള സമയമാണ് ഈ കാലഘട്ടം. പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്നവരാണെങ്കിലും രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ഇവർക്കൊക്കെ ഈ കാലയളവ് വളരെ ഉന്നതിയാണ് കാണുന്നത്, മോശവശമല്ല. കുടുംബപരമായിട്ട് നോക്കുകയാണെങ്കിലും ഈ കാലയളവ് കുടുംബാഭിവൃദ്ധി കാണുന്നു. 2-ലെ വ്യാഴൻ്റെ സ്ഥിതി. അപ്പം നമുക്ക് ഗുരുവിൻ്റെ ദൃഷ്ടി മകരത്തിൽ പതിക്കുകയാണ് ശനിയുടെ വീട്ടിൽ. അപ്പോൾ ഈ വക്രഗതി കൂടെ ആകുമ്പോൾ വളരെ ഗുണഫലമാണ് കാണുന്നത് മേടക്കൂറുകാർക്ക്. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും പഠനമൊക്കെ വളരെ ഉന്നതിയിലെത്താനുള്ള അവസരമാണ് കാണുന്നത്. അതും മെഡിക്കൽ പഠനം അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥ, ഈ മാതിരിയുള്ള പഠനമൊക്കെ നമുക്ക് വളരെ ഗുണഫലമാണ് കാണുന്നത്. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ഇടവക്കൂറുകാർക്ക് തന്നെ. ഇടവക്കൂറിലെ നക്ഷത്രം കാർത്തിക, മുക്കാല്, രോഹിണി, മകേര, അര. ഇവർക്ക് 9-10 ഭാവാധിപനായ ശനി 10-ൽ വക്രഗതിയാവുകയാണ്. അപ്പം ദൈവാനുഗ്രഹം കൂടുന്ന സമയമാണ് ഈ കാലയളവ്. മകരത്തിൽ രാശിയിൽ നിൽക്കുന്ന വ്യാഴൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ വക്രഗതി ശനിയാവുമ്പോൾ ഭാഗ്യക്കുറവ് ഉണ്ടായെങ്കിലും ദൈവാനുഗ്രഹം കൂടും ഈ കാലയളവ്. പിന്നെ ജന്മഗുരു ആവയാൽ ആരോഗ്യം ശ്രദ്ധിക്കുക. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഇവർക്കും ഈ കാലയളവ് ചെറിയ അലസതയൊക്കെ വരാം. അത് നമുക്ക് പരിഹാരം ചെയ്ത് മാറ്റാവുന്നേ ഉള്ളൂ. ചെറിയ പരിഹാരമേ ഉള്ളൂ. ദക്ഷിണാമൂർത്തിക്ക് നെയ്തി വഴിപാട് നടത്തും, ദോഷകാഠിന്യം കുറയ്ക്കും. ശനിയുടെ വക്രഗതി സഞ്ചാരം നമുക്ക് 9-10ാം ഭാവത്തിൻ്റെ വക്രഗതി സഞ്ചാരം 10-ൽ നമുക്ക് ചെറിയ ഭാഗ്യതടസ്സം ഉണ്ടാക്കും.
ശ്രീകൃഷ്ണമ്പലത്തിലോ അല്ലെങ്കിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലോ ഭാഗ്യസൂക്തം കൊടുക്കുന്നത് ദോഷകാഠിന്യം കുറയ്ക്കും. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഈ കാലയളവ് നമുക്ക് ലാഭം സമാസമമായിരിക്കും, ചെലവും സമാസമമായിരിക്കും ഈ കാലഘട്ടം. പിന്നെ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ ഇവർക്കൊക്കെ ഈ കാലയളവ് നമുക്ക് എല്ലാം ഒരു എങ്ങനെ പറയാം, 9, 10 ഭാവാധിപനായ ശനി 10 വക്രഗതിയാവുന്നത് എല്ലാം സ്ലോ ആയിരിക്കും കാര്യങ്ങൾ നടത്തിപ്പോരാൻ. എന്തുകൊണ്ടും ഈ കാലയളവ് മീഡിയമായിരിക്കും കാര്യങ്ങൾ നടത്തിപ്പോരാൻ. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് മീനക്കുറുകാർക്ക് എങ്ങനെ. മകര, തിരുവാതിര, പുണർദം, മുക്കാൽ ഇവർക്ക് നിലവിൽ ഭാഗ്യസ്ഥാനത്താണ് ശനിയുടെ സഞ്ചാരം. 8, 9 ഭാവാധിപനായ ശനി ഭാഗ്യസ്ഥാനത്ത്, അതായത് 9 വക്രഗതിയാവുന്നത് അത്ര നന്നല്ല, നമുക്ക് ഭാഗ്യക്കുറവുണ്ടാവും. അപ്പോൾ എപ്പോഴും വക്രഗതിയാവുന്ന ഒരു ഗ്രഹം 8ൻ്റെ പവർ കൂടെ ചേർത്ത് ചെയ്യും. ഈ ഒരു 4.5 മാസക്കാലം 2024 ജൂൺ 29 മുതൽ നവംബർ 15 വരെ, അതായത് മിഥുനമാസ പകുതിക്ക് ശേഷം അടുത്ത് വരുന്ന 2200 ആണ്ട് വൃശ്ചികമല്ല തുലാം മാസം 30-നകം 4.5 മാസ കാലയളവാണ് സഞ്ചാരം. വളരെ ശ്രദ്ധിക്കുക, ആരോഗ്യം വളരെ ശ്രദ്ധിക്കുക, രാത്രി യാത്ര ഒഴിവാക്കുക. അതായത് മിഥുനക്കുറുകാർ ബിസിനസ് മേഖലയിലാണെങ്കിലും 10-ലെ രാഹുവിൻ്റെ സ്ഥിതി നമുക്ക് പല ബിസിനസ് മാറി മാറി വരും. പിന്നെ വ്യാഴൻ്റെ സ്ഥിതി 12-ലാകിയാൽ അലച്ചൽ കൂടുന്ന സമയമാണ്. പ്രാർത്ഥനയിലൂടെ എല്ലാം മാറ്റിയെടുക്കാവുന്ന ഇതേ ഉള്ളൂ. രാഹുവിൻ്റെ 10-ലെ സഞ്ചാരത്തിന് നാഗരൂട്ട് നടത്തുന്നത് നമുക്ക് ദോഷകാഠിന്യം കുറയ്ക്കും. ഈ 8, 9 ഭാവാധിപനായ ശനി 9 വക്രഗതിയാവുന്നത് 8ൻ്റെ ഗുണവും കൂടെ കാണിക്കുന്നത് കൊണ്ട് ശാസ്താവിന് നീരാഞ്ജന വഴിപാട് നടത്തുക, നമുക്ക് ദോഷകാഠിന്യം കുറയും. പിന്നെ രാഷ്ട്രീയ മേഖലയിലാണെങ്കിലും പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്നവരാണെങ്കിലും അപകീർത്തി വരാനുള്ള സമയമാണ് കാണുന്നത്. വളരെ ശ്രദ്ധ വേണം. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഈ കാലയളവ് അലസതയാണ് കാണുന്നത്. പരിഹാരാർത്ഥം 12-ലെ വ്യാഴൻ്റെ സ്ഥിതിക്ക് ശ്രീ ദക്ഷിണാമൂർത്തി നെയ്ദീപം കത്തിക്കുന്നത് ദോഷകാഠിന്യം കുറയ്ക്കും. ശനിപ്രീതിക്കായി ശ്രീ ശാസ്താവിന് നീരാഞ്ജന വഴിപാട് നടത്തുക, ദോഷകാഠിന്യം കുറയും. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് കർക്കിടകക്കുറുകാർക്ക് എങ്ങനെ. പുണർദംകാല്, പൂയം, ആയില്യം ഇവർക്ക് ഇപ്പം അഷ്ടമശനിയാണ്. എന്നാലും വ്യാഴൻ 11-ലാകിയാൽ നമുക്ക് 1 വർഷ കാലയളവ് ദോഷകാഠിന്യം കുറയും. അഷ്ടമശനി ആണെങ്കിലും 7, 8 ഭാവാധിപനായ ശനി 8-ൽ വക്രഗതിയാവുകയാണ്. ഈ 2024 വർഷം ജൂൺ 29 മുതൽ നവംബർ 15 വരെ. അപ്പോൾ നമുക്ക് മലയാള മാസം നോക്കുകയാണെങ്കിൽ മിഥുനം പകുതിക്ക് ശേഷം തുല 30 വരെയാണ് ഈ സഞ്ചാരം. 4.5 മാസമാണ് ഇതിൻ്റെ സഞ്ചാരം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 7, 8 ഭാവാധിപനായ ശനി 8-ൽ വക്രഗതിയാവുന്ന അത്ര നന്നല്ല. അത് നമ്മളുടെ എങ്ങനെ പറയാം, വിവാഹ ജീവിതം ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള അവസരം കാണുന്നു. എന്തെങ്കിലും കുടുംബകലഹം വരാനോ കുടുംബ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള അവസരം കാണുന്നു. പിന്നെ വ്യാഴൻ 11-ൽ നിന്ന് 7-ാം ഭാവം ദൃഷ്ടി വരികയാൽ നമുക്ക് ദോഷകാഠിന്യം കുറയ്ക്കാനുള്ള പരിഹാരങ്ങൾ ചെയ്യാം. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഈ കാലയളവ് അലസതയാണ് കാണുന്നത്. പഠനം ശ്രദ്ധിക്കുക. ബിസിനസ് മേഖലയിലാണെങ്കിലും ഇപ്പോൾ എങ്ങനെ പറയാം, ഈ മേഖല ശനിയുടെ വെച്ച് നോക്കുകയാണെങ്കിൽ മേഖല പറയുകയാണെങ്കിൽ നമുക്ക് അഗ്നി സംബന്ധമായിട്ടുള്ള ജോലി, ഇരുമ്പ് സംബന്ധമായിട്ടുള്ള ജോലി, റെയിൽവേ ജീവനക്കാർ, പോലീസ് വകുപ്പിൽ ജോലി ചെയ്യുന്നവർ, ഇവർക്കൊക്കെ ട്രാൻസ്ഫർ ഇത്യാദി വന്ന് മാനസികമായിട്ട് അത് വീട് വിട്ടകന്ന് നിൽക്കാനുള്ള അവസരം കാണുന്നു. പങ്കാളികളുമായിട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാനുള്ള അവസരം കാണുന്നു. അത് കൂട്ടു ബിസിനസ് ചെയ്യുന്നവർക്ക്. എന്തുകൊണ്ടും ഈ കാലയളവ് അത്ര നന്നല്ല. പിന്നെ വ്യാഴൻ്റെ സഞ്ചാരം ധനാഗമം വരുമെങ്കിലും ചെറിയ മനപ്രയാസങ്ങൾ ഉണ്ടാകാനുള്ള അവസരം കാണുന്നു. പരിഹാരാർത്ഥം ശ്രീ ധർമ്മശാസ്താവിന് നീരാഞ്ജന വഴിപാട് നടത്തുന്നത് ദോഷകാഠിന്യം കുറയ്ക്കും. ഇപ്പം പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്നവരാണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലൊക്കെ നിൽക്കുന്നവരാണെങ്കിലും ഈ കാലയളവ് വളരെ ശ്രദ്ധിക്കുക, അപകീർത്തി വരാതെ ശ്രദ്ധിക്കുക. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ചിങ്ങക്കുറുകാർക്ക് എങ്ങനെ. മകം, പൂരം, ഉത്തരംകാല് ചിങ്ങക്കുറുകാർക്ക് 6, 7 ഭാവാധിപനായ ശനി 7-ൽ വക്രഗതി സഞ്ചാരം 2024 ജൂൺ 29 മുതൽ നവംബർ 15 വരെ. അത് മിഥുനം പകുതിക്ക് ശേഷം
1200 ആണ്ട് തുലാം മാസം 30 വരെ ഈ കാലയളവ് നമുക്ക് കണ്ടകശരിയാണെങ്കിലും വക്രഗതി സഞ്ചാരം 4.5 മാസമാണ്. നമുക്ക് ചെറിയ ദോഷകാഠിന്യമൊക്കെ മാറിക്കിട്ടും. 6ൻ്റെ ഗുണം കാണിക്കും ശരി. 7ാം ഭാവാധിപൻ ആണെങ്കിലും 6ാം ഭാവാധിപനാണെങ്കിലും 7ൽ വക്രഗതിയാകുമ്പോൾ 6ൻ്റെ ഗുണം കിട്ടും. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ജയം നേടിയെടുക്കാനുള്ള അവസരം കാണുന്നു. വ്യാഴൻ 10ലാകയാൽ നമുക്ക് അത് അത്ര നല്ലതല്ല. 8ലെ രാഹുവിൻ്റെ സ്ഥിതി അത്ര നല്ലതല്ല. ശനിയുടെ വക്രഗതി സഞ്ചാരം 4.5 മാസക്കാലം നമുക്ക് ഗുണഫലം ചെയ്യും. പരിഹാരാർത്ഥം 8ലെ രാഹുവിൻ്റെ സ്ഥിതിക്ക് ആയില്യത്തിന് നായരെ തൃപ്തിപ്പെടുത്തുക. 10ലെ വ്യാഴൻ്റെ സ്ഥിതിക്ക് ദക്ഷിണാമൂർത്തിക്ക് നെയ്ദീപം കത്തിക്കുന്നതും കടലമാല സമർപ്പിക്കുന്നതൊക്കെ ദോഷകാഠിന്യം കുറയ്ക്കും. അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകം നടത്തുന്നതും ദോഷകാഠിന്യം കുറയ്ക്കും. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഇവർക്കും ഈ കാലയളവ് അലസതയാണ് കാണുന്നത്. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും എല്ലാം നമുക്ക് വക്രഗതി സഞ്ചാരം നമുക്ക് ഗുണഫലമാണ് കാണിക്കുന്നത്. ലാഭവിഹിതം കൂടും. അപ്പോൾ എന്തുകൊണ്ടും ചിങ്ങക്കുറുകാർക്ക് ഈ കാലയളവ്, അതായത് 4.5 മാസ കാലയളവ് ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് കന്നിക്കുറുകാർക്ക് എങ്ങനെ. ഉത്തരമുക്കാല്, അത്തം, ചിത്തിരാര ഇവർക്ക് 6ലാണ് ശനിയുടെ സ്ഥിതി. വളരെ ഗുണഫലമാണ്. അപ്പം വക്രഗതിയാകുമ്പോൾ 5ൻ്റെ ഫലം കൂടെ ചെയ്യും. അപ്പം കുട്ടികളെ വളരെ ശ്രദ്ധിക്കുക. മുതിർന്നവരാണെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങളിലൊക്കെ വളരെ കെയർ വേണം. ഈ കാലയളവ് കുട്ടികൾ വീഴ്ച പറ്റാനോ പഠനത്തിൽ പിന്നോക്കം പോകാനുള്ള അവസരം കാണുന്നു. കുട്ടികളെ വളരെ ശ്രദ്ധിക്കുക. ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും മറവി വരാനുള്ള അവസരം കാണുന്നു. 5ൻ്റെ പവർ കാണിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഏതൊരു ഗ്രഹവും അതിൻ്റെ കാര്യത്വം ചെയ്തിരിക്കും. അപ്പം ബുദ്ധിക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ടാക്കും. 6ലാണെങ്കിലും ഗുണഫലമാണ്. വക്രഗതിയാകുമ്പോൾ 5ൻ്റെ ഫലം കൂടെ ചേർത്ത് ചെയ്യും. വളരെ ശ്രദ്ധിക്കുക. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ഈ കാലയളവ് ശാസ്ത്രാവിന് നീരാഞ്ജന വഴിപാട് നടത്തുന്നതൊക്കെ ദോഷകാഠിന്യം കുറയ്ക്കും. പിന്നെ ബിസിനസ് മേഖലയിലുള്ളവരാണെങ്കിലും ഇവർക്ക് ഈ കാലയളവ് കടം സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും വാങ്ങിച്ച് നമുക്ക് കടം കൂട്ടിയിട്ട് പ്രശ്നങ്ങൾ വരാതെ ശ്രദ്ധിക്കണം. അതായത് ലാഭവിഹിതം കൂടാൻ വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുക ചെയ്യരുത്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്നവരാണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിൽക്കുന്നവരാണെങ്കിലും ഇവർക്ക് ഈ കാലയളവും സപ്പോർട്ടീവാണ്. ദോഷവശമില്ല. അപ്പോൾ നമുക്ക് ചെറിയൊരു പരിഹാരം ചെയ്യാം. അത് രാഷ്ട്രീയ മേഖലയിൽ നിൽക്കുന്നവർ, പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്നവരൊക്കെ വൃദ്ധസദനത്തിൽ ഈ 4.5 മാസ കാലയളവ് ജന്മനക്ഷത്രത്തിന് ഫുഡ് കൊടുക്കുന്നത്, അതായത് ആഹാരം കൊടുക്കുന്നതൊക്കെ ദോഷകാഠിന്യം കുറയ്ക്കും. അത് ചെയ്യേണ്ടത് വൃദ്ധസദനത്തിലാണ്. പിന്നെ മറ്റുള്ള പരിഹാരം പറയുകയാണെങ്കിൽ ശാസ്ത്രാവിന് നീരാഞ്ജന വഴിപാട് നടത്തുന്നതും ദോഷകാഠിന്യം കുറയ്ക്കും. നമുക്ക് 7ലാണ് രാഹുവിൻ്റെ സ്ഥിതി. അപ്പോൾ രാഹുവിൻ്റെ ദൃഷ്ടി നമുക്ക് രാശിയിൽ വരികയാണ്. രാശിയിൽ കേതുവിൻ്റെ സ്ഥിതിയുണ്ട്. സ്കിൻ സംബന്ധമായിട്ട് എന്തെങ്കിലും ഡിസീസ് വരാനുള്ള അവസരം കാണുന്നു. ആയില്യത്തിന് നാഗരൂട്ട് നടത്തുക, ദോഷകാഠിന്യം കുറയും. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് തുലാക്കുറുകാർക്ക് എങ്ങനെ. അപ്പോൾ തുലാക്കുറിലെ ഏല നക്ഷത്രം ചിത്തിരാജ, ചോതി, വിശാഖം, മുക്കാൽ ഇവർക്ക് നിലവിൽ 5ലാണ് ശനിയുടെ സ്ഥിതി. അതായത് കുംഭത്തിലാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4ഉം 5ാം ഭാവാധിപനായ ശനി വക്രഗതിയാകുമ്പോൾ 4ൻ്റെ ഗുണം ചെയ്യും. പകുതിയെങ്കിലും അത് ചെയ്യും. അപ്പോൾ കണ്ടതിൻ്റെ ചെറിയ സ്വഭാവം കാണിക്കും. രാത്രി യാത്ര ഒഴിവാക്കുക. കുട്ടികൾ പഠന മികവൊന്നും ഈ കാലയളവ് കാണിക്കില്ല. ഈ നക്ഷത്രത്തിൽ കുട്ടികളുണ്ടെങ്കിൽ പരിഹാരാർത്ഥം ശ്രീ ദക്ഷിണാമൂർത്തിക്ക് കടലമാല സമർപ്പിക്കുന്നതും നെയ്ദീപം കത്തിക്കുന്നതും ദോഷകാഠിന്യം കുറയ്ക്കും. അതുപോലെ തന്നെ ശാസ്താവിന് നീരാഞ്ജന വഴിപാട് നടത്തുന്നതും ദോഷകാഠിന്യം കുറയ്ക്കും. പിന്നെ പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്നവരാണെങ്കിലും രാഷ്ട്രീയ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഇവർക്ക് 8ലെ വ്യാഴൻ്റെ സഞ്ചാരം അത്ര നന്നല്ല. 6ലെ രാഹു സപ്പോർട്ടീവാണ്. ശനി 4ൻ്റെ കണ്ടതിൻ്റെ ഗുണം കാണിക്കുന്നതുകൊണ്ട് രാത്രി യാത്ര ഒഴിവാക്കുക. പിന്നെ വഴക്ക്, കുടുംബ പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ വഴക്കിന് പോയി നമുക്ക് സന്ധി സംഭാഷണം നടത്തുന്നതൊക്കെ വളരെ ശ്രദ്ധ വേണം. അപകീർത്തി വരാനുള്ള അവസരം കാണുന്നു. വളരെ ശ്രദ്ധ വേണം. ബിസിനസ് മേഖലയിലാണെങ്കിലും ഈ കാലയളവ് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. പുതിയ സംരംഭമൊന്നും ഈ കാലയളവ് വേണ്ട. വളരെ ശ്രദ്ധ വേണം. വ്യാഴൻ്റെ 8ലെ മറവ് നന്നല്ല. ശനിയുടെ 5ാം ഭാവ സ്ഥിതിയും വക്രത്തിൽ 4ൻ്റെ ഗുണം കാണിക്കുന്നതുകൊണ്ട് ഈ കാലയളവ് വളരെ ശ്രദ്ധിക്കുക.
ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് വൃശ്ചികക്കുറുകാർക്ക് എങ്ങനെ. വൃശ്ചികക്കുറുകാർക്ക് ഇപ്പോൾ കണ്ടക ശനിയാണ്, 4ലാണ് ശനിയുടെ സ്ഥിതി. അപ്പോൾ വിശാഖകാലം അനിഴം തൃക്കേട്ട് അടങ്ങുന്നതാണ് വൃശ്ചികക്കൂറ്. ഇവർക്ക് ഇനിയിപ്പം വക്രഗതി സഞ്ചാരം കുറച്ച് സപ്പോർട്ടീവാണ് കാണുന്നത്. അതായത് ഒരു വീട് വയ്ക്കാനോ വാഹനം വാങ്ങിക്കാനുള്ള യോഗം കാണുന്നു. വിഭാഗാധികാര്യം ഇപ്പോൾ ഇയാളിലെ ഗുരുവിൻ്റെ സഞ്ചാരം 1 വർഷക്കാലം, അതായത് അടുത്ത മെയ് 25 വരെ സഞ്ചാരമാണ്. വളരെ സപ്പോർട്ടീവാണ് വ്യാഴൻ്റെ സഞ്ചാരം. ശനിയുടെ വക്രഗതി സഞ്ചാരവും 2024 ജൂൺ 29 മുതൽ നവംബർ 15 വരെ അനുകൂലമാണ്. 4.5 മാസ കാലയളവ്. ഈ കാലയളവ് എന്ത് നേടിയെടുക്കാം വൃശ്ചികക്കുറുകാർക്ക്. അപ്പോൾ വീട് യോഗം, വാഹനയോഗം, വിഭാഗാധികാരങ്ങളൊക്കെ ഒരു തടസ്സവും കൂടാതെ നടക്കും. പരിഹാരമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നേരത്തെ നിങ്ങൾ സ്വയംവരാർച്ചന വിവാഹകാര്യത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം നമുക്കിപ്പോൾ കിട്ടിത്തുടങ്ങും. ഭാഗ്യം സിദ്ധിക്കുന്ന കാലമാണ് ഈ കാലയളവ്. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഉന്നത വിജയം കൈവരിക്കാനുള്ള അവസരം കാണുന്നു. പിന്നെ ഗൾഫിലൊക്കെ പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, വിസ കാത്തു നിൽക്കുന്നവർക്കൊക്കെ ഈ ജൂൺ 29 ശേഷം എല്ലാം സഫലമാകും. ബിസിനസ് മേഖലയിലാണെങ്കിലും നമുക്ക് ഉന്നത ലാഭം, അതായത് ലാഭവിഹിതം കൂടാനുള്ള അവസരം കാണുന്നു. ദോഷവശം അല്ല. അപ്പോൾ എന്തുകൊണ്ടും വൃശ്ചികക്കുറുകാർക്ക് ഈ കാലയളവ് വളരെ നല്ലതാണ് കാണുന്നത്, മോശവശമല്ല. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ധനുക്കൂറുകാർക്ക് എങ്ങനെ. ഏല നക്ഷത്രം ധനുക്കൂറിൽ മൂലം പുരാട ഉത്രാടം അടങ്ങുന്നതാണ് ധനുക്കൂറ്. ഇവർക്ക് അനുകൂല ഭാവത്താണ് ശനിയുടെ സ്ഥിതി, 3-ാം ഭാവം. അപ്പോൾ 2-3-ാം ഭാവം ഭാവാധിപനായ ശനി വക്രഗതി സഞ്ചാരം 4.5 മാസം, ജൂൺ 29 മുതൽ നവംബർ 15 വരെ. അതായത് മലയാള മാസം പറയുകയാണെങ്കിൽ മിഥുനം പകുതിക്ക് ശേഷം തുലാമാസം 30 വരെ. അപ്പോൾ ഈ 4.5 മാസ കാലയളവ് വക്രഗതി സഞ്ചാരം എന്ന് പറയുമ്പോൾ 2-ാം ഭാവത്തിൻ്റെ ഗുണം കാണിക്കും, ശകലം, അത് ഒരു പകുതി പവറെങ്കിലും കാണിക്കും. ഈ കാലയളവ് വളരെ ശ്രദ്ധിക്കേണ്ടത് കടം വാങ്ങിച്ച് കൂട്ടരുത്. ധനുക്കൂറുകാർ വളരെ ശ്രദ്ധിക്കുക. പലിശയ്ക്ക് കടം എടുക്കുകയോ എന്തെങ്കിലും ഗൃഹോപകരണങ്ങൾ വാങ്ങിച്ച് നമുക്കതിൽ EMI പോലെ അടയ്ക്കാനുള്ള സംവിധാനം ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. ഒരു 4.5 മാസക്കാല അളവ് വളരെ ശ്രദ്ധിക്കുക. നമുക്കിപ്പം ധനത്തിൻ്റെ അധിപനായ വ്യാഴൻ 6ൽ മറവാണ്, വളരെ ശ്രദ്ധ വേണം. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഈ കാലയളവ് അത്ര നന്നല്ല. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർക്കും ഈ കാലയളവ് അത്ര നല്ലതല്ല കാണുന്നത്. ചിലപ്പം വീടെന്തെങ്കിലും പണയപ്പെടുത്താനോ അല്ലെങ്കിൽ ഒറ്റി പോലെ കൊടുക്കാനുള്ള അവസരം കാണുന്നു. വളരെ ശ്രദ്ധ വേണം. ആരോഗ്യം പറയുകയാണെങ്കിലും കുട്ടികളിലാണെങ്കിലും മുതിർന്നവരിലാണെങ്കിലും ഏത് സ്ത്രീ പുരുഷ ഭേദമന്യേ അസിഡിറ്റി പോലെ എന്തെങ്കിലും വരാനോ അതായത് ദഹനക്കേട് വരാനുള്ള അവസരം കാണുന്നു. പരിഹാരം ചെയ്ത് മാറ്റിക്കൊള്ളുക. പരിഹാരാർത്ഥം ശ്രീ സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകം നടത്തുന്ന ദോഷകഠിന്യം കുറയ്ക്കും. പിന്നെ ശനിയുടേത് നോക്കുകയാണെങ്കിൽ 4.5 മാസ കാലയളവ് നമുക്ക് 7ാം ശനി മാറിയെങ്കിലും ഈ 4.5 മാസ കാലയളവ് നമുക്ക് 2ൻ്റെ പവർ ചെറുതായിട്ട് കാണിക്കും. ശ്രീ ധർമ്മശാസ്താവിന് നീരാഞ്ജന വഴിപാട് നടത്തുന്നത് ദോഷകഠിന്യം കുറയ്ക്കും. അല്ലെങ്കിൽ ശ്രീ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുന്നതും ദോഷകഠിന്യം കുറയ്ക്കും. അപ്പോൾ ഈ ധനുക്കൂറുകാർക്ക് ഈ കാലയളവ് വളരെ ശ്രദ്ധ പുലർത്തണം. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് മകരക്കൂറുകാർക്ക് എങ്ങനെ. ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടാര ഇവർക്ക് 2ലാണ് ശനിയുടെ സ്ഥിതി. അപ്പം രാശി 2-ാം ഭാവാധിപനായ ശനി വക്രഗതിയാവയാണ് ഈ ജൂൺ 29 മുതൽ നവംബർ 15 വരെ. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത് രാശിയിൽ വരുന്ന ഒരു സ്വഭാവം കാണിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? രാത്രി യാത്ര ഒഴിവാക്കുക. വായുകോപം ഉണ്ടാവുന്ന സമയമാണ് ഈ കാലയളവ്. ഫുഡിൽ വളരെ ശ്രദ്ധ വേണം. 3ലെ രാഹു അനുകൂലനാണെങ്കിലും ഈ ശനിയുടെ സ്ഥിതി നമുക്കത്ര നന്നല്ല കാണുന്നത്. കടം പോലെ എന്തെങ്കിലും വാങ്ങിച്ചു കൂട്ടരുത്. ആരോഗ്യം വളരെ ശ്രദ്ധിക്കുക. ഹോട്ടൽ ഫുഡ് ഒഴിവാക്കുക. പഴകിയ ഫുഡ് ഒഴിവാക്കുക. ദഹനക്കേട് പോലെ പ്രശ്നങ്ങൾ വരാനുള്ള അവസരം കാണുന്നു. ധനാഗമത്തിനൊന്നും പ്രശ്നം കാണുന്നില്ല. എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് 5ലെ വ്യാഴൻ്റെ സ്ഥിതി രാശിക്ക് വരികയാൽ ധനത്തിനൊന്നും പ്രശ്നം കാണുന്നില്ല. കടം വാങ്ങിക്കരുത്, അത്രയേ ഉള്ളൂ. നമുക്കത് വന്നോളൂ. അപ്പോൾ കുടുംബത്തിൽ തന്നെ കുട്ടികളുടെ ഒരു വിവാഹ കാര്യം നടത്താനുള്ള ഒരു അവസരം കാണുന്നു. ശുഭകാര്യം കുടുംബത്തിൽ അല്ലെങ്കിൽ കുടുംബക്ഷേത്ര വഴിപാടൊക്കെ നടത്താനുള്ള സമയമാണ് ഈ കാലയളവ്. വിദ്യാർത്ഥികളാണെങ്കിൽ ഇവർക്ക് പഠനത്തിൽ തടസ്സമില്ല, ചെറിയ അലസത വരും. പഠനമൊക്കെ മികവ് തെളിയിക്കാം. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ഈ കാലയളവ് ലാഭവിഹിതം കൂടും. വാഗ്ദാനങ്ങളിൽ പെടരുത്, അത്രയേ ഉള്ളൂ.
പിന്നെ പൊതുപ്രവർത്തനത്തിലും രാഷ്ട്രീയ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർ ഈ കാലയളവ് നമുക്ക് ഉന്നത സ്ഥാനമാനം കിട്ടാനുള്ള അവസരം കാണുന്നു. എന്തുകൊണ്ടും ഈ മകരക്കുറുകാർക്ക് വളരെ നല്ലതാണ് കാണുന്നത്. ശനിയുടെ ഈ വക്രഗതി സഞ്ചാരം 45, അതായത് 4.5 മാസ കാലയളവ്. ശനിയുടെ ഈ വക്രഗതി സഞ്ചാരം 4.5 മാസ കാലയളവ് ചെറിയ അരിഷ്ടത ഉണ്ടാക്കും. പരിഹാരാർത്ഥം ശ്രീ ധർമ്മശാസ്താവിന് നീരാഞ്ജന വഴിപാട് നടത്തുന്ന ദോഷകഠിനം കുറയ്ക്കും. അല്ലെങ്കിൽ ശ്രീ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുന്നതും ദോഷകഠിനം കുറയ്ക്കും. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് കുംഭക്കുറുകാർക്ക് എങ്ങനെ. അവിട്ടാര, ചതയം, പുരുട്ടാതി, മുക്കാലി ഇവർക്ക് ജന്മത്തിലാണ് ശനിയുടെ സഞ്ചാരം. അപ്പം 12-ാം ഭാവാധിപനായ ശനി വക്രഗതിയാവുന്ന അത്ര നന്നല്ല. 4 വ്യാഴൻ്റെ സ്ഥിതി ഉണ്ടെങ്കിലും ആ 4 വ്യാഴൻ്റെ ദൃഷ്ടി 12-ൽ വരികയാണെങ്കിലും നമുക്ക് എന്തെങ്കിലും, അതായത് യാത്രാ ബുദ്ധിമുട്ടുണ്ടാവാനോ, ഇപ്പം മാർക്കറ്റിങ്ങിലൊക്കെ നിൽക്കുന്നവർക്ക് അലച്ചിൽ കൂടുന്ന സമയമാണ് ഈ വരുന്ന ജൂൺ 29 മുതൽ നവംബർ 15 വരെ. 4.5 മാസ കാലയളവാണ്. അലച്ചിൽ കൂടുന്ന സമയമാണ് ഈ കാലയളവ്. ഉന്നത പഠനത്തിന് വേണ്ടിയൊക്കെ വീട് മാറി നിൽക്കാനുള്ള അവസരം കാണുന്നു. സാമ്പത്തികത്തിലൊക്കെ ചെറിയ ബുദ്ധിമുട്ട് അനുഭവിക്കാനുള്ള സമയമാണ്. 2-ലെ രാഹുവിൻ്റെ സ്ഥിതി അത്ര നന്നല്ല. ഫുഡിൽ വളരെ ശ്രദ്ധിക്കുക. ഇൻഫെക്ഷൻ പോലെ എന്തെങ്കിലും വരാതെ, അതായത് ഫുഡ് ഇൻഫെക്ഷൻ വരാതെ ശ്രദ്ധിക്കുക. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഈ കാലയളവ് അലസതയാണ് കാണുന്നത്. എന്തുകൊണ്ടും ഈ 4.5 മാസ കാലയളവ് വളരെ ശ്രദ്ധിക്കുക. ഈ വരുന്ന 2024 ജൂൺ 29 മുതൽ നവംബർ 15 വരെ. പിന്നെ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ജോലി ഭാരം കൂടും, ലാഭവിഹിതം കുറയും. പിന്നെ ഗവൺമെൻറ് തലത്തിലൊക്കെ ജോലിയിൽ നിൽക്കുന്നവർക്കൊക്കെ ട്രാൻസ്ഫർ ഇത്യാദി വരാനുള്ള അവസരം കാണുന്നു. വീട് വിട്ട് മാറി നിൽക്കേണ്ട അവസ്ഥയാണ് കാണുന്നത്. പരിഹാരാർത്ഥം ശ്രീ ധർമ്മശാസ്താവിന് നീരാഞ്ജന വഴിപാട് നടത്തുക. 2-ലെ രാഹുവിൻ്റെ സ്ഥിതിക്ക് ആയില്യത്തിന് 100 പാലും വഴിപാട് നടത്തുന്നത് ദോഷകഠിനം കുറയ്ക്കും. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് മീനക്കുറുകാർക്ക് എങ്ങനെ. അപ്പോൾ മീനക്കുറിലെ ഏല നക്ഷത്രം പുരട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി. ഇവർക്ക് 7 ശനിയാണ്. അതും ഇപ്പോൾ 12-ലാണ് ശനിയുടെ സ്ഥിതി. അപ്പം 11-12-ാം ഭാവാധിപനായ ശനി 12-ൽ 4.5 മാസ കാലയളവ് വക്രഗതി ആവുകയാണ്. വക്രഗതി എന്ന് പറയുമ്പോൾ ഈ വരുന്ന ജൂൺ 29 മുതൽ നവംബർ 15 വരെ. അപ്പോൾ ഏതൊരു ഗ്രഹം വക്രമായെങ്കിലും ആ ബാക്കിൽ, അത് പുറകിൽ നിൽക്കുന്ന രാശിയുടെ ഗുണം കാണിക്കും. ചെറിയ ഒരു 60% അല്ലെങ്കിൽ ഒരു 50% ഗുണം കാണിക്കും. അപ്പം നമുക്ക് 11-ാം ഭാവാധിപനായ ശനിയും 12-ാം ഭാവാധിപനായ ശനിയും 12-ൽ 4.5 മാസ കാലയളവ് വക്രഗതി, അപ്പോൾ 11-ൻ്റെ ഗുണം കാണിക്കും. അപ്പോൾ എന്തെങ്കിലും നമുക്കൊരു ധനസഹായം വരാനുള്ള സമയമാണ്. നമ്മളെ കുടുംബത്തിലെ ആരെങ്കിലും മുതിർന്നവരുണ്ടെങ്കിൽ അവരുടെ ധനസഹായം തരാനോ, അല്ലെങ്കിൽ ഓഹരി, കുടുംബത്തിൽ നിന്നുള്ള ഓഹരി കിട്ടാനോ, അത് വച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്ത് രക്ഷപ്പെടാനുള്ള ഒരു അവസരം കാണുന്നു. ഈ 4.5 മാസ കാലയളവ് നമുക്ക് അനുകൂലമാണ് കാണുന്നത്. വ്യാഴം 3-ൽ മറവാണെങ്കിലും നമുക്ക് ഈ ഒരു 4.5 മാസ കാലയളവ് എന്താഗ്രഹവും പൂർത്തീകരിക്കാം. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും അവർക്കും ഈ കാലയളവിൽ ലാഭവിഹിതം കൂടും. പിന്നെ ഗൾഫിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർ, അതായത് വിദേശത്ത് ജോലിക്ക് കാത്തു നിൽക്കുന്നവർക്കൊക്കെ ഈ കാലയളവ് വിദേശത്ത് പോകാനുള്ള അവസരം കാണുന്നു. അത് നമുക്ക് കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും സഹായം കിട്ടിയിട്ട് വേണം, അതിൻ്റെ ഒരു സഹായം കിട്ടി നമുക്ക് പോകാൻ സാധിക്കും. അപ്പോൾ എന്തുകൊണ്ടും ഈ 4.5 മാസ കാലയളവ് മീനക്കുറുകാർക്ക് വളരെ അനുകൂലമാണ് കാണുന്നത്, പ്രതികൂലമല്ല. ശുഭമസ്തു.